ഈ IELTS മാൻഡേറ്ററി ആണെന്ന് രാജ്യങ്ങളിൽ കുറവാണ് ഇന്റർവ്യൂസ്. എന്നാലും ഒരുവിധം സ്ഥലത്തൊക്കെ ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ അല്ലെങ്കിൽ വിസ ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷേ ഇവിടെയാണ് ശരിക്കും ആ കുട്ടീനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ ഈസി ആയിട്ട് നടക്കും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ് ഇന്റർവ്യൂ, വേർ ദ സ്റ്റുഡന്റ് ഹിംസെൽഫ് ഹാസ് ടു പെർഫോം. പിള്ളേർ ആ ഒരു ടെൻഷനിൽ വളരെയധികം പേടിച്ചാണ് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇത് ശരിയായില്ലെങ്കിൽ കുട്ടിയുടെ അഡ്മിഷൻ പോകും. എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കുട്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈ ടു ബി ഫിയർലെസ്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം അവർ നിങ്ങളുടെ പെർഫോമൻസിനേക്കാളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ശ്രദ്ധിക്കുന്നത്. ഇന്റർവ്യൂർ 100 ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും 100 മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഉത്തരം അറിയില്ല എന്നുള്ളത് പ്രശ്നത്തിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളൊരു ഇന്റർവ്യൂറെ അതിനെ നമ്മൾ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യണം. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇന്റർവ്യൂവിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങളൊരു സീരിയസ് മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടുതലും പിള്ളേർ +2 അതേ ബുദ്ധിയിൽ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്ത് ഇത് ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയും, ഇതൊരു പെണ്ണാണൽ ചടങ്ങ് പോലെയാണ്. കാരണം നമ്മൾ ഒരു മാട്രിമോണി കണ്ട് ഇവിടെ എല്ലാം ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് നമ്മൾ ആ പേഴ്സണെ മനസ്സിലാക്കണം. സിമിലർലി നമ്മൾ ചിലപ്പോൾ കുറേ എക്സാജറേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ പ്രൊഫൈലിനെ പറ്റി നമ്മൾ എഴുതി വിസ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ സെയിം ടൈം ആ കാണുമ്പോൾ നമ്മളല്ലാന്ന് കാണുമ്പോൾ നമ്മൾ ഫ്രോഡാണെന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ എംബസിക്ക് തോന്നുകയും അവിടുന്ന് റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റുഡൻസ് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വോക്കലാവണം, ഓർക്കെ പറയണം. മുറിയെ അടച്ചിട്ടിട്ട് പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഇവർ പറയണ ഉത്തരം ഇവർ റെക്കോർഡ് ചെയ്ത് സ്വയം കേട്ട് ഇവരുടെ സൗണ്ട് ഇവർ ശ്രദ്ധിക്കും. മനസ്സേ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരാൾ മനസ്സേ പാടുമ്പോൾ ഭയങ്കര ഈണത്തിൽ പാടാം, പക്ഷേ നമ്മൾ ഉറക്കെ പാടുമ്പോഴാണ് അതിൻ്റെ വൃത്തിയുടെ അറിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ആൻസേഴ്സ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത് കുറേയും കൂടി വോക്കലായിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് സ്വയം പ്ലേ ചെയ്ത് കേട്ട് ഇമ്പ്രൂവ് ചെയ്യണം.